നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വീണ്ടും കൂടി ആലപ്പുഴ ജില്ലയിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ തുറവൂരിനും പത്മാക്ഷി കവലയും ഇടയ്ക്കുള്ള ഇന്ത്യൻ ഓയിൽ. അതായത് നമ്മൾ തുറവൂരിൽ നിന്ന് നേരെ ആലപ്പുഴ ഭാഗത്തോട്ട് വരുമ്പോഴുള്ള ഇടതുഭാഗത്തോട്ടുള്ള ആദ്യം കാണുന്ന ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ടാണ് ഉള്ളത്. അവിടെ നിന്ന് ഉയർത്തി നമ്മൾ നേരെ ഇപ്പം തുറവൂര് ഭാഗത്തോട്ട് നോക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ ഇപ്പം നല്ല രീതിയിൽ പണി KCC ബിൽക്കോൺ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല നമുക്കിപ്പം ആ നേരെ നോക്കുന്ന ഭാഗത്ത് അവിടെ കുറച്ച് ബ്ലോക്കൊക്കെ അനുഭവപ്പെട്ട് അവിടെ സ്റ്റക്കായി പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്നാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പം ഇവിടെ നിന്നും ആണ് പണി നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇവിടെ നിന്ന് തന്നെ നേരെ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തങ്കിക്കവല വരെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സാധാരണ നമ്മൾ ഇവിടുന്ന് തുറവൂര് മുതൽ വീഡിയോ എടുത്തിട്ട് ചേർത്തല വരെയാണ് എടുക്കാറ്. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നത് കണ്ടുകൊണ്ട് ഈ ഒരു ഭാഗത്തെ കുറച്ച് അപ്ഡേറ്റ്, കുറച്ച് പണി നടന്ന ഭാഗം മാത്രം കാണിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്, പണി നടന്ന ഭാഗത്തെ കാഴ്ചകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങ് വരുന്നത് പത്മാക്ഷി കവല ഭാഗത്തായിട്ടാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ നീണ്ടകര മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള വീഡിയോ എടുത്ത ഡേറ്റ് തെറ്റിപ്പോയിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മാർച്ച് 2 എന്നായിരുന്നു പറഞ്ഞത്. അത് മാർച്ച് 2 അല്ലായിരുന്നു, ഏപ്രിൽ 2 എടുത്ത വീഡിയോ. അന്നത്തെ ദിവസം തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അപ്പം അത് ക്ഷമിക്കുക, തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം മുമ്പോട്ട് പോവുകയാണ്. നേരെ പത്മാക്ഷി കവലയാണ് നേരെ വരുന്നത്. ഇവിടെ വരെ അവർ അത്യാവശ്യം നല്ല രീതിയിൽ പണി പൂർത്തിയാക്കി എന്ന് പറയാൻ പറ്റത്തില്ല, എത്രത്തോളം പണിയിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇനി 2 സൈഡിലും ഇവിടെ സർവീസ് റോഡിൻ്റെ പണി തീർക്കാനുണ്ട്. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തെ വീഡിയോ, അതായത് കഴിഞ്ഞ തുറവൂർ മുതൽ ചേർത്തല വരെയുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി 16, 2025 എടുത്ത വീഡിയോ ആണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എടുത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ 6, 2025 ഞായറാഴ്ച രാവിലെ ഏകദേശം ഒരു 9 മണിയായപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ പത്മാക്ഷി കവല ഭാഗത്തോട്ട് എടുക്കുമ്പം നമുക്കിവിടെ വേണ്ട കുറേ കൂടി ലോഡ് കൊണ്ടുവന്ന് ചെറിയ 6 വാൾ ബ്ലോക്ക് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ഇതേപോലെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. പത്മാക്ഷി കവലയാണിത്. പത്മാക്ഷി കവല കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി അണ്ടർപാസ് കഴിഞ്ഞ് പോകുന്നത് പൊന്നാമ്പേളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഗ്യാപ്പിൽ പണി നടക്കാതിരിക്കുന്നുണ്ട്. കാരണം നമുക്കിപ്പം കുറച്ച് നീളത്തിലായിട്ട് തന്നെ ഈ 6 വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണികളായതുകൊണ്ട് തന്നെ ആ ഒരു പണി അവിടെ കുറച്ച് പെൻഡിങ്ങിലാണ്. എല്ലായിടത്തും ഇതേപോലെ അണ്ടർപാസ് വരുന്നിടത്തെല്ലാം ഇതേപോലെ പെൻഡിങ്ങിലിട്ടിരിക്കുകയാണ്. എല്ലായിടത്തും പാതയുടെ പണി നടക്കുന്ന ഭാഗത്ത് ഇതേപോലെ തെക്കൻ കേരളത്തിലെല്ലാം ഇതേപോലെ കുറച്ചിടത്തൊക്കെ ഉള്ളൂ. ശിവാലയ കമ്പനി കാരാറ് ഏറ്റെടുത്ത് വരുന്നിടത്തൊക്കെ ഉള്ളൂ അത്യാവശ്യം പണി നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്പീഡിൽ. അപ്പോൾ നമ്മളിനി നേരെ പൊന്നാമ്പേളി ഭാഗത്തോട്ടാണ് വരുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം എത്രത്തോളം പണി നടന്നിരിക്കുന്നത്. നമ്മളിപ്പം തുറവൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഇടതുഭാഗത്ത് ടാർ ചെയ്ത ഭാഗത്തുകൂടി അന്ന് വാഹനങ്ങൾ കടത്തി വിട്ടിട്ടില്ലായിരുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് കടത്തി വിട്ടിട്ടുണ്ട്. മാത്രമല്ല പഴയ റോഡ് കടന്നു പോകുന്ന ഭാഗം പൊളിച്ചിരുന്നു. അതുകൊണ്ട് ഇവിടെ ഇപ്പം ഗർഡറുകളുടെ നിർമ്മാണം, ഗർഡറുകൾ എടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടില്ല. അത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഘട്ടത്തിലോട്ട് വരെ എത്തിയിട്ടുണ്ട്. അപ്പം ഉടനെ എടുത്തു വെക്കുമെന്നാണ് കരുതുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പൊന്നാമ്പേളി ഭാഗത്തോട്ട് വരുമ്പം കഴിഞ്ഞ വീഡിയോ കാണിക്കുന്നില്ല, അത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പം ഈ ഇടത്തെ സൈഡിൽ ടാർ ചെയ്തിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മണ്ണിട്ട്, അതായത് ഫെബ്രുവരി 16 അന്ന് നമ്മളിപ്പോൾ കാണുന്ന ടാർ ചെയ്തിരിക്കുന്ന ഭാഗം മണ്ണിട്ട് ലെവൽ ചെയ്ത് വരുന്ന പണിയായിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം നാളെ ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുവഴി വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡും ഏകദേശം ഒരേ ലെവലിലായിട്ടാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ക്രാഷ് ബാരിയർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ പൊന്നാമ്പേളി കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വലത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡ്രൈനേജിൻ്റെ പണിയും ഇപ്പം ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല. സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും വലതുഭാഗത്തായിട്ട് തുടങ്ങണമെങ്കിൽ പഴയ റോഡ് പൊളിച്ചു മാറ്റി കളയേണ്ടതായിട്ടുണ്ട്. ഉടൻ തന്നെ ഈ പഴയ റോഡ് പൊളിച്ചു മാറ്റാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാരണം നമുക്കിപ്പം എറണാകുളം ഭാഗത്തോട്ടും ആലപ്പുഴ ഭാഗത്തോട്ടും പോകേണ്ട വാഹനങ്ങളിപ്പം പുതിയതായിട്ടിപ്പം കുറച്ച് ഭാഗം ടാർ ചെയ്ത വഴി കൂടി കടത്തി വിടുന്നുണ്ട്. അത്യാവശ്യം ഇതുവഴി ഇപ്പോൾ പുതിയതായിട്ട് ടാർ ചെയ്ത വഴി കൂടി പോകുന്നവർ ശ്രദ്ധിക്കുക. ചില വാഹനങ്ങളൊക്കെ രാത്രികാലങ്ങളിലൊക്കെ ഓവർ സ്പീഡിലൊക്കെ പോകുന്നുണ്ട്. അപ്പം അതും ശ്രദ്ധിക്കുക.
അപ്പോൾ പണി അത്യാവശ്യം ഇത്രത്തോളം ഇവിടെ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. KCC ബിൽക്കോൺ മുൻപ് കുറച്ച് നാൾ ഡിലേ ആയിക്കൊണ്ടിരുന്ന സമയത്ത് നിന്ന് കുറച്ചും കൂടി ഇപ്പം നല്ല രീതിയിൽ തന്നെ പണി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല മാറ്റങ്ങളൊക്കെ ആലപ്പുഴ ജില്ലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഈ പൊന്നാമ്പേളി കഴിഞ്ഞിട്ട് പട്ടണക്കാട് സെൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂളൊക്കെ കഴിഞ്ഞു വരുന്ന ഭാഗത്തായിട്ടാണ് പിന്നെ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ പണി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഭാഗത്ത് കുറച്ചും കൂടെ നമ്മൾ മുമ്പോട്ട് വരുന്ന വഴിക്ക് നമുക്കിപ്പം കാണാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ രണ്ട് സൈഡിലും 6 വരിപ്പാതയുടെയൊക്കെ ടാറിങ് വർക്കുകൾ കഴിയാറായി ഇങ്ങനെ നിൽക്കുകയാണ്. അത് കുറച്ച് നീളത്തിലായിട്ടാണ് കഴിഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ആ ഒരു ദൃശ്യം കണ്ടിട്ടാണ് ഇവിടെ വന്നേച്ച് വീഡിയോ എടുക്കണമെന്ന് തോന്നിയത്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ വീഡിയോ മാത്രമല്ല എടുത്തത്, നമ്മൾ ചേർത്തല കഴിഞ്ഞേച്ച് പിന്നെ കലവൂര് മുതൽ പാതിരാപ്പള്ളി വരെയുള്ള വീഡിയോയും എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെയും അത്യാവശ്യം കുറച്ച് പണി KCC ബിൽക്കോൺ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. അവിടെ സർവീസ് റോഡൊക്കെ കുറച്ച് പണി കഴിഞ്ഞേച്ച് ഇപ്പം 2 സൈഡിൽ കൂടി സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങളൊക്കെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ഭാഗത്തെയും വീഡിയോ വരുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ തങ്കിക്കവല വരെയുള്ള അപ്ഡേറ്റാണ്. അപ്പോൾ നമ്മളിനി നേരെ മുമ്പോട്ട് ഇപ്പം വലത്തെ സൈഡിൽ കാണുന്നതാണ് സെൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂള്. അപ്പം സ്കൂളിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം വരെ ഇവിടെ ഇടതുഭാഗത്തുള്ള 3 വരിക്കുള്ള വീതിക്കുള്ള ടാറിങ് വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുമ്പോട്ട് പിന്നെ വയലാർ കവലയിൽ അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ഇനി 2 സൈഡിലും 6 വാൾ ബ്ലോക്ക് ഉയർത്തുക, മണ്ണിട്ട് ഫില്ല് ചെയ്യുക, അങ്ങനത്തെ പണിയാണ് വരാനുള്ളത്. അപ്പം ഇവിടെ ഇപ്പം അത്യാവശ്യം പണി കഴിഞ്ഞിരിക്കുന്നത് ഇടതുഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ വീതിക്കായിട്ട് അവിടെ നമുക്കിപ്പം മണ്ണ് കൊണ്ടുവന്നിട്ട് നിരത്തിയെടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം ഇനിയുള്ള പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വയലാർ കവല കഴിഞ്ഞേച്ച് പിന്നെ നമുക്ക് മുമ്പോട്ട് നോക്കുന്ന ഭാഗത്തായിട്ടാണ് ഈ പറഞ്ഞ രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പണി പുരോഗമിച്ചിരിക്കുന്നത്. KCC ബിൽക്കോൺ എനിക്ക് തോന്നുന്നില്ല ഇത്രത്തോളം ഫാസ്റ്റായിട്ട് പണി ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുവന്നത്. ഇത്രയും പണി നടന്നതിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു ഭാഗത്തെ പണി പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ കഴിഞ്ഞ വീഡിയോ പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഭാഗം ഇടത് ഭാഗത്തായിട്ട് 3 വരിക്കുള്ള വീതിക്കായിട്ട് കുറച്ച് ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ട് അതുവഴിയായിരുന്നു വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അത്യാവശ്യം നല്ല വീതിക്കായിട്ട് തന്നെ പണി പൂർത്തിയായിരിക്കുന്നത് കാണാൻ പറ്റും. പൂർത്തിയായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പണികൾ ഒരുപാട് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ടാറിങ് വർക്കുകൾ ഏതാണ്ട് ആദ്യത്തെ ലെയർ ഇത്രത്തോളം പണി കഴിഞ്ഞിരിക്കുകയാണ്. പഴയ 4 വരി ഏകദേശം ഒരു 6 വരി ഘട്ടത്തിലോട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. സർവീസ് റോഡിൻ്റെയും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട മെയിൻ റോഡ് വരുന്ന ഭാഗത്തെയും പണി ആദ്യത്തെ ലെയർ ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഉള്ള പണി ഇവിടെ നോക്കിയിട്ട് 2 സൈഡിലും ഇനി ക്രാഷ് ബാരിയർ നിർമ്മാണം നടക്കാനുണ്ട്. അതിൻ്റെ ഗ്യാപ്പ് കാണുന്നുണ്ട്. ഇപ്പോൾ മെർജിങ് പോയിൻ്റ് ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്കിപ്പം ഈ വയലാർ കവല കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുന്നിടത്ത് തന്നെ ആദ്യം തന്നെ മെർജിങ് പോയിൻ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ അത്ര ഭാഗം വിട്ടിട്ടാണ് ക്രാഷ് ബാരിയറുടെ ഗ്യാപ്പ് നമുക്കിപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പോഴും നമുക്ക് വലതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ ടാറിങ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ പണി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത്. നമ്മൾ പിന്നെ മുമ്പോട്ട് നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്കിക്കവല ഭാഗത്തോട്ടാണ് വരുന്നത്. തങ്കിക്കവല ഭാഗത്ത് പിന്നെ ഒരു അണ്ടർപാസ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പ് അവിടെ ഇട്ടിട്ടാണ് ഇത്രത്തോളം ടാറിങ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോഴും നിലവിൽ ഞായറാഴ്ചയാണ് വീഡിയോ എടുത്തത്. അപ്പം ഞായറാഴ്ചയായിട്ട് പോലും അവർ ടാറിങ് വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന കൂടുതലും ഞായറാഴ്ച ദിവസങ്ങളിലായിരിക്കും. അപ്പം ഞായറാഴ്ച ദിവസങ്ങളിൽ വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതലും നിങ്ങൾ കാണുമ്പം അറിയാൻ പറ്റും, കൂടുതലും വർക്കേഴ്സിനെ ഒന്നും കാണാൻ പറ്റത്തില്ല. സത്യത്തിൽ ഇപ്പം ഈ ഒരു സമയത്തും പണി അത്യാവശ്യം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനി ഇവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് വരുന്നിടത്താണ് പിന്നെ തങ്കിക്കവല ഉള്ളത്. അതുകൊണ്ട് ഇവിടെ വരുമ്പം നമുക്കിപ്പം ഇടതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. മാത്രമല്ല ഇടതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡിൽ തന്നെ ഒരു ബിൽഡിങ് നിൽപ്പുണ്ട്. അതും പൊളിച്ചു മാറ്റാനായിട്ട് ബാക്കി കാണുന്നുണ്ട്. അത് കഴിഞ്ഞേച്ച് പിന്നെ ഡ്രൈനേജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സർവീസ് റോഡിൽ മണ്ണ് കൊണ്ടുവന്നിട്ട് നിരത്തുന്ന പണി ആ ഒരു ഭാഗത്ത് കുറച്ച് നടക്കുകയാണ്. ബാക്കി പിന്നെ മുമ്പോട്ട് നമ്മൾ തങ്കിക്കവല ഭാഗത്തോട്ട് അടുക്കുമ്പം പിന്നെ ഇടതുഭാഗത്തും വലതുഭാഗത്തും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം ബിഷപ്പ് മോർ സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വലതുഭാഗത്ത് ഇപ്പം ടാറിങ് വർക്കുകൾ കഴിഞ്ഞ ഭാഗത്ത് ഇനി ക്രാഷ് ബാരിയറുടെയൊക്കെ നിർമ്മാണം നടക്കാനായിട്ട് ബാക്കി കാണുന്നുണ്ട്. ഇവിടെ വരെ ഇപ്പം അത്യാവശ്യം പണി ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് മുമ്പോട്ട് തങ്കിക്കവലയിലോട്ടുള്ള അണ്ടർപാസിൻ്റെ കയറ്റം കയറുന്നതിന് വേണ്ടിയിട്ടുള്ള പണികളായിരിക്കും ഇനി വരാനുള്ളത്. അപ്പം
അവിടെ കുറച്ചും കൂടെ മുമ്പോട്ട് പോയതിന് ശേഷമായിരിക്കും കയറ്റം തുടങ്ങുന്നത്. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വലതുഭാഗത്ത് കണ്ട കുറച്ചും കൂടെ ഇവിടെ കൊണ്ടുവന്ന് മെറ്റിൽ കൊണ്ടുവന്നിട്ട് നിരത്തി അതിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് ഈ പണി കഴിഞ്ഞിരിക്കുന്നതിൻ്റെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ അതാണ്ട് ഇപ്പോൾ കാണാതെ ഇവിടെ ഒരു കലുങ്ക് പോകുന്നുണ്ട്, ഒരു വലിയൊരു കനാൽ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഗർഡറുകളല്ലാത്ത രീതിയിൽ നമുക്കിപ്പം അതിൻ്റെ 2 പാലത്തിൻ്റെ നിർമ്മാണം ഇവിടെ ദാണ്ട് ഇത്രത്തോളം കഴിഞ്ഞിരിക്കുകയാണ്. വലതുഭാഗത്ത് കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇടതുഭാഗത്ത് ഇപ്പം അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിനി നേരെ തങ്കിക്കവല ഭാഗത്തായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടേക്ക് ഇനി 2 സൈഡിലും ഈ ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയാണ് വരാനുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ ചെറിയ ആറിവാൾ ബ്ലോക്ക് ഇവിടെയും കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത്രത്തോളമാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറവൂർ കഴിഞ്ഞിട്ട് തങ്കിക്കവല വരെയുള്ള വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. അടുത്ത നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേർത്തല കഴിഞ്ഞേച്ച് പിന്നെ ഈ കലവൂരും പാതിരാപ്പള്ളിയൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള കുറച്ച് പണി അവിടെയും നടന്നിട്ടുണ്ട്. അപ്പം അവിടുത്തെ വീഡിയോ ആയിരിക്കും ഇനി വരാനുള്ളത്. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും, കാത്തിരിക്കുക.